ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള റവ വട. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കഴിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. ഇവിടെ ഒന്നും അധികം ആൾക്കാർ ആദ്യം ഉണ്ടാകുന്നില്ല. പക്ഷേ നമുക്കിതൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. അതിലധികം ചേരുവകളൊന്നും ചേർക്കുന്നില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നമ്മളിവിടെ റവ വട ഉണ്ടാക്കുന്നതിന് ഒരു 1/2 കിലോ റവ എടുത്തിട്ടുണ്ട്. അതേപോലെ ഉരുളക്കിഴങ്ങ് ഒരു 1/4 കിലോ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതേപോലെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ഉപ്പ്, കുറച്ച് എണ്ണ, വെള്ളം, ഇത്രയും ഐറ്റംസാണ് നമ്മൾ റവ വട ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് റവ ഒന്ന് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് റവ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടാകാൻ പാടില്ല, കരിഞ്ഞു പോകും. അപ്പോൾ പാകമാതിരി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഇവിടെ നമ്മുടെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുമ്പോൾ റോസ്റ്റ് ചെയ്ത റവയും അല്ലാത്ത റവയും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ റോസ്റ്റ് ചെയ്ത റവ വാങ്ങിയിരിക്കുന്നത്. എന്നാലും ഞാനൊന്ന് ചൂടാക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ റോസ്റ്റ് ചെയ്ത റവ വാങ്ങിയാലും അതിനൊന്ന് നല്ലപോലെ എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. റവ ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് മിക്സിങ്ങിലേക്ക് കിടക്കാം. റവ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നോക്കി നോക്കി വെള്ളം ഒഴിക്കണം. റവ നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒറിഗാനോ അതൊരു 1/4 ടീസ്പൂണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതേപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം നമ്മൾ കൂടാൻ പാടില്ല. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പാകമാതിരി ഒഴിച്ച് കുഴച്ചിട്ട് തന്നെ നമ്മൾ പാകമാക്കണം. ഇതുകൊണ്ട് ഈ പാകത്തിൽ നമ്മൾ എടുക്കണം. ഇതാണ് പാകം. ഇത് നല്ല പാകമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്താനുണ്ട്. ഇനി ഈ കുഴച്ച് വെച്ച റവയിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് റവ നല്ല സെറ്റാവണം. അപ്പോൾ നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഏകദേശം ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ആയിട്ടുണ്ട്. കോരിയെടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. നല്ലപോലെ വേവട്ടെ. ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഏകദേശം ലാസ്റ്റത്തെ ട്രിപ്പ് നമ്മുടെ വട നല്ലപോലെ ആയിട്ടുണ്ട്. അത് കോരിയെടുക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ ഫൈസലിനെ വിളിക്കാം. അപ്പോൾ ഫൈസലെ വരൂ. എന്താണ് അടിപൊളി വിഭവമാണ് അല്ലേ? അതെ, റവ കൊണ്ടുള്ള വട. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ? കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിനിപ്പോ കേരളത്തിൽ എല്ലാവരും ഉണ്ടാക്കട്ടെ. അതെ അതെ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള. ദൂരെന്ന് കാണുമ്പോൾ ഉഴുന്നുവട അതുപോലെ തന്നെ ഉണ്ടാവും. ഉഴുന്നുവട പോലെ തന്നെ ഉണ്ടാവും. ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്. അതെ, വ്യത്യാസമാണ്. അതെ, എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് കഴിച്ചത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. പക്ഷെ ഇതിൽ നമ്മൾ ഒറിഗാനൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒരു അറേബ്യൻ ടച്ച് കിട്ടും. ശരി, എന്തായാലും ഞാൻ നോക്കട്ടെ. ചട്നി കൂടാതെ കഴിക്കാൻ പറ്റില്ല അല്ലേ? കഴിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ചമ്മന്തി ചട്ടിയൊക്കെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി ടേസ്റ്റ്. അതെ, റവയും ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു ടേസ്റ്റ് പറയില്ല. അതെ, റവ എന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് കാണുമ്പോൾ ഉഴുന്നുവട പോലെ തന്നെ ഉണ്ടാവുള്ളൂ. കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് വ്യത്യാസം പ്രതീക്ഷിക്കാനേ പറ്റില്ല. പക്ഷെ അത് വേറൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ ഇതില് ഈ ചമ്മന്തി നമുക്ക് ഏത് ചമ്മന്തി കൂടാതെ ചമ്മന്തി വേണ്ടാണ്ട് കഴിക്കാം, പക്ഷെ അത് കൂട്ടുമ്പോ വേറൊരു ടേസ്റ്റ് എന്ന് മാത്രം. ഇനി ചോപ്പ് ചമ്മന്തി ഉണ്ടല്ലോ, അതും കഴിക്കാൻ കൂടിയിട്ട് കഴിക്കൂ. ഇതിൽ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ? വെള്ളം ആഡ് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സംഭവം എന്തായാലും കുഴഞ്ഞു പോകും. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം. അതിനൊരു കണക്ക് പറയാൻ പറ്റുമോ? കണക്ക് പോലെ നമുക്ക് കുഴച്ച് നോക്കാൻ പാകം പോലെ കുഴക്കുന്ന ആ കണക്ക് തന്നെയാണ്. വെള്ളം ഒഴിച്ച് കുഴക്കുന്ന ഒരു നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ ആ പാകം കണക്ക് പറയാൻ പറ്റും. പക്ഷെ വെള്ളത്തിന്റെ കണക്ക് പറയാൻ പറ്റില്ല. അതെ, റവ പല രീതിയിലുള്ള റവ ഉണ്ടാവും. അതെ, ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. വേറെ ഒന്നും പറയാനില്ല. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അടുത്ത പുതിയ പാടി കിച്ചന്റെ വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.